ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കോമ്പാറ ജംഗ്ഷനിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റാണ്. നിലവിൽ ഒത്തിരി ഫാമിലീസ് താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇത്. ഈ വില്ല പ്രൊജക്റ്റിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറിയാണ് പുതുതായി വരുന്ന എയർപോർട്ട് സീപോർട്ട് റോഡ് കടന്നു പോകുന്നത്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററാണ് വരുന്ന ദൂരം. കൂടാതെ കാർമൽ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് അതിമനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചുറ്റുമതിലിൻ്റെ ഡിസൈനും എടുത്തു പറയാതെ വയ്യ. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു വണ്ടി സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വണ്ടി കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ക്ലാഡിംഗ് സ്റ്റോൺ കൊണ്ടുള്ള നല്ലൊരു വർക്ക് സിറ്റ് ഔട്ടിലെ പില്ലറിൽ നമുക്ക് കാണാം. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് പണിതിരിക്കുന്നത്. 2-3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യവും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ വിശാലമായൊരു ലിവിംഗ് ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത ചെറിയൊരു TV യൂണിറ്റും ഇവിടെയായി നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റിൽ കണ്ടുള്ളൊരു ചെറിയൊരു സീലിംഗ് വർക്കും ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭംഗിയുള്ളൊരു പാർട്ടീഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. സ്പേഷ്യസ് ആയിട്ടൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. കൃത്യമായി കിഴക്ക് ദിക്കിലേക്ക് വരുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലുള്ള കളറുകളാണ് കിച്ചൺ കബോർഡിന് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കിച്ചന് പുറമെയായി വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഈ വീട്ടിൽ ലഭ്യമാണ്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായി തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 10 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു വാർഡ്രോബും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് ഈ റൂമിൽ നമുക്ക് കാണാം. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മളെല്ലാം പങ്കുവച്ചു കഴിഞ്ഞു. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തൊരു ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്.
മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മുഴുവനായി തന്നെ ഷീറ്റ് ഇട്ട് ഭംഗിയാക്കി തന്നെ യൂട്ടിലിറ്റി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ വീടിൻ്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് വരുന്നതും ഈ റൂമിൽ നിന്ന് തന്നെയാണ്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ചെറിയൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ്. മറ്റ് 3 ബെഡ്റൂമുകൾ പോലെ തന്നെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും ഉള്ള പോലെ തന്നെ വലിയ വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിലും നൽകിയിരിക്കുന്നത്. മിനിമലിസ്റ്റിക് ആയ ഒരു കബോർഡ് വർക്കും ഈ റൂമിലും നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നെല്ലാം പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 2 തട്ടുകളായി തിരിച്ചാണ് ഈ വീടിന്റെ ബാൽക്കണി പണിതിരിക്കുന്നത്. ഒരു ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനായിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം നൽകി ഭംഗിയാക്കി തന്നെയാണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് പണിതിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീടുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.